ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. നല്ല ചൂടുള്ള മാസങ്ങളിൽ അധികം വെള്ളം ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ പൂക്കളാണ് കടലാസ് പൂക്കൾ. വീടിൻ്റെ മുൻഭാഗം മുഴുവനായും പല നിറങ്ങളിലുള്ള തട്ടായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ വീട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണല്ലേ. ഈ വീടിനെ പറ്റിയുള്ള വീഡിയോ മുമ്പ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടയർ ചെടികളും ഒക്കെ വളരെ പ്രശസ്തമാണ്. ഈ വർഷം മുമ്പെങ്ങും ഇല്ലാത്ത വിധം നന്നായിട്ട് പൂവിട്ടിരിക്കുന്ന ഈ ചെടികൾ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുകയാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് മഴ കാരണം കുറച്ച് പൂക്കളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ഇപ്പോഴും വളരെ മനോഹരമായി തന്നെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ വർഷം മുതൽ ഇവിടെ ചെടിച്ചട്ടികൾ ഓർഡർ അനുസരിച്ച് സ്ഥലം അനുസരിച്ച് അവിടെ വന്ന് ചെടികൾ സെറ്റ് ചെയ്ത് ചട്ടിയിലാക്കി കൊടുക്കുന്നതും കൂടിയുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവയുടെ പരിപാലന രീതിയും ഒപ്പം അതുപോലെ തന്നെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ നമുക്ക് അറിയാം പുതിയ വീഡിയോയിലൂടെ. പൂക്കളുടെ നിറം കൊണ്ട് മാത്രം നമുക്ക് ബൊഗെയ്ൻവില്ലയുടെ ഇനങ്ങൾ തിരിച്ച് അറിയാൻ പറ്റില്ല. ഇലകളുടെ നിറത്തിലുള്ള വ്യത്യാസം, അതുപോലെ പൂക്കളുടെ ഉള്ളിൽ വെളുത്ത കുഞ്ഞു പൂക്കളില്ലേ അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം പോലും ഓരോ ഇനങ്ങളെ തിരിച്ച് അറിയാനായിട്ട് സഹായിക്കുന്നു. തൈകള് വിൽപ്പനക്കുണ്ടോ? നമ്മളിപ്പോ തൈകള് വിൽപ്പനക്കായിട്ട് വെക്കുന്നുണ്ട്. 100-150 റേറ്റിനാണ് ചെറിയ ചട്ടികൾക്കകത്ത് നമ്മൾ വെക്കുന്നത്. ഇതിവിടെ നട്ട് വെച്ചിട്ടുണ്ടത്. നമ്മളത് വിൽക്കാനായിട്ടുള്ള ഇതാണ്, ചട്ടികളിലാക്കിയിട്ട്. ടയർ ചട്ടികൾ വിൽപ്പനയ്ക്കില്ലേ? ടയർ ചട്ടികളും വിൽപ്പനയ്ക്കുണ്ട്. അത് നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ദൂരം വരെ കേരളത്തിൽ എവിടം വരെ എത്തിച്ചു കൊടുക്കാൻ പറ്റും? നമ്മള് അത്യാവശ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റും കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഒക്കെ എത്തിക്കും. നമുക്ക് ഒത്തിരി അകലെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ അതനുസരിച്ച് ചെയ്യാനായിട്ടാ. ഇതാണ് ഹൈബ്രിഡിന്റെ മെയിൻ വെറൈറ്റി. ഈ സീസണിൽ എത്രാമത്തെ തവണ ഇത് പൂക്കുന്നത്? ഇത് രണ്ടാമത്തെ തവണയാണ്. ഹൈബ്രിഡ് അല്ല, ഇത് അറ്റത്ത് വേറൊരു കളറാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെയാണ് നല്ല, മാർച്ച് സമയത്തൊക്കെ നല്ലപോലെ പൂവുണ്ടാവും. 2 നേരവും നനയ്ക്കുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ ദിവസമൊക്കെ നോക്കി ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് പൂവുണ്ട്. വെള്ളപ്പൂക്കളാണേലും വെള്ള ബൊഗെയ്നാണേലും ഒക്കെ ഇച്ചിരി കൂടുതൽ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പത്തേന് പൂക്കള് പൊഴിഞ്ഞു തുടങ്ങി. ഈ സൈസ് ചട്ടികളിലാണ് നമ്മുടെ മാക്സിമം ചട്ടികളാക്കി കൊടുക്കുന്നത്. അവിടെ ചെന്നിട്ട് നമ്മളിപ്പം പറയുന്നിടത്ത് വന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ടാണ്. നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മണ്ണിട്ട് കഴിയുമ്പോഴത്തേന് നല്ല വെയിറ്റ് ആവും. അപ്പൊ 3-4 പേര് വേണം ഒരു ചട്ടി എടുക്കണമെങ്കിൽ. അപ്പൊ നമുക്ക് വെയിറ്റ് ആണ്. അതെല്ലാം 2ആയിട്ട് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ടാണ്. മോഡല് ഇതാ ബൊഗെയ്ൻവില്ല. ഇപ്പം കൂടുതലും ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഹൈബ്രിഡിനാ. റേറ്റ് നല്ല എക്സ്ട്രാ കൂടുതലാണ്. അതുപോലെ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഹൈബ്രിഡ് ഇനങ്ങളാണ്. 10-25 വെറൈറ്റീസ് ഉണ്ട് നമുക്കിവിടെ. വെള്ള തന്നെ ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്. പൂക്കളുടെ സൈസിലുള്ള ഡിഫറൻസില്. പിന്നെ കുറച്ച് പച്ചപ്പ് കയറിയതായിട്ടും ഭയങ്കര വലിയ പൂക്കളും ചെറിയ പൂക്കളും ഒക്കെ വരുന്നതായിട്ടുണ്ട്. ഇല നമുക്ക് കട്ട് ചെയ്യാത്ത ടയറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റും. സ്കൂട്ടറിന്റെ ടയറുകളാണേലും. ബൈക്കിൻ്റെത് പറഞ്ഞാൽ നമുക്ക് ചെടി നടാനുള്ള ഇതില്ലായിരിക്കും, വിട്ട് കുറവായിരിക്കും. നമുക്ക് അത്രയും
ക്വാണ്ടിറ്റി അതിനകത്ത് കൊള്ളുകയായിരിക്കും. മണ്ണ് വളങ്ങളൊക്കെ ഇടുമ്പോഴത്തേന് ചകിരിച്ചോറൊക്കെ ആണേലും. അതിലും നല്ലത് സ്കൂട്ടറിന്റെയും ഓട്ടോയുടെ പിന്നെ കാറിന്റെ ഒക്കെയാണ്. കട്ട് ചെയ്ത ടയറുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കമ്പിയൊക്കെ കെട്ടി ആണിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓർഡർ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിപ്പോ തന്നെ ഒരു 19 ചട്ടിയുടെ ഓർഡർ ഉണ്ട്. കോൺക്രീറ്റ് സെറ്റ് ആവാൻ തന്നെ നമുക്ക് 3 ദിവസം എടുക്കും. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്താലും പിന്നെ പെയിന്റ് അടിക്കാനുണ്ട്. പെയിന്റ് നമ്മൾ 4 കോട്ട് പെയിന്റ് പോകുന്നുണ്ട്. 2 കോട്ട് സിമന്റ് പ്രൈമറും 2 കോട്ട് അല്ലാത്ത പെയിന്റും പോകുന്നുണ്ട്. അപ്പം അത് ഉണങ്ങാനുള്ള താമസമുണ്ട്. ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും 4 ദിവസം കൊണ്ട് ഒരു ദിവസം ചട്ടിയൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് മഴയൊന്നും പെയ്തില്ലേല് പൂ ഒരു 4 ആഴ്ചയൊക്കെ നിൽക്കും. അതായത് ഒരു മാസം 1.5 മാസമൊക്കെ നമുക്ക് പൂ കണ്ടിന്യൂസ് കാണും. മഴ പെയ്താല് വെള്ളം തല്ലുന്നോണ്ട് പൂവെല്ലാം പെട്ടെന്ന് കൊഴിയും. നമ്മളാകെ ഇതിന് വളമായിട്ട് ചെയ്യുന്നത് കടലപ്പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും പിന്നെ ചാണകവും കൂടെ പുളിപ്പിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബൊഹേമിലേക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം സൂര്യപ്രകാശമാണ്. എന്തേരെ സൂര്യനായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു അതാണ് ചെടിക്ക് ഏറ്റവും നല്ലത്. നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ നല്ല സൂര്യപ്രകാശവും എല്ലാം ഉള്ളതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ചെടി വളരുന്നുണ്ട്. നല്ല പൂക്കളും ഉണ്ട്. ബൊഗെയിൻവില്ല പൂക്കളായതുകൊണ്ട് വേനൽ മഴ തുടങ്ങിയാൽ ഉടനെ പൂക്കളൊക്കെ പതുക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് വേനൽ മഴയ്ക്ക് മുമ്പായിട്ട് വീഡിയോ എടുത്ത് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യാൻ അല്പം വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞുവാവയൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.